ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ തന്നെയാണ് ആദ്യം നമ്മൾ പോകേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഇന്നേറെ ചർച്ചയായ വാർത്തയിലേക്ക് തന്നെ ആദ്യം കിടക്കുന്നു. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനത്തിന് സർക്കാർ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് പുറത്തുവന്നു. ഒപ്പം വിവാദവും. ഒരു മൃതദേഹം സംസ്കരിക്കാൻ ചെലവ് 75,000 രൂപയെന്നാണ് അനുമാനം. ദുരന്തബാധിതർക്ക് നൽകിയതിനേക്കാൾ കൂടുതൽ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിവരും. ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് തയ്യാറാക്കിയ ആവശ്യങ്ങളുടെ പട്ടികയാണ് ഇതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ചു. ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് സംസ്ഥാന സർക്കാർ കണക്കുകൾ നിരത്തുന്നത്. 359 മൃതദേഹം സംസ്കരിക്കാൻ സർക്കാർ കണക്കാക്കുന്നത് 2,76,00,000 രൂപ. ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് ചെലവ് 75,000 രൂപ. വോളണ്ടിയേഴ്സിന്റെ ഭക്ഷണത്തിനും വാഹന സൗകര്യത്തിനുമായി 14 കോടി രൂപയും താമസത്തിന് 15 കോടി രൂപയുമാണ് എസ്റ്റിമേറ്റ്. വാഹനങ്ങളിലെ ഇന്ധനത്തിന് 4 കോടി രൂപ. ദുരിതാശ്വാസ ക്യാമ്പിൽ വസ്ത്രം വിതരണം ചെയ്യാൻ 11 കോടി രൂപയാണ് സർക്കാർ കണക്കുകൂട്ടുന്നത്. ക്യാമ്പിൽ ഭക്ഷണ വിതരണത്തിന് 8 കോടി രൂപ. 17 ക്യാമ്പുകളിൽ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചതിന് 7 കോടി രൂപയാണ് എസ്റ്റിമേറ്റ്. ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ച വകയിൽ 12 കോടി രൂപ. രക്ഷാകരമായി വന്ന എയർഫോഴ്സിന് ഹെലികോപ്റ്റർ ചാർജായി കൊടുക്കേണ്ടി വരിക 17 കോടി രൂപ. ബെയ്ലി പാലത്തിന്റെ അടിയിൽ കല്ല് നിരത്തിയതിന് 1 കോടി രൂപ. മണ്ണുമാന്തി യന്ത്രങ്ങൾക്ക് 15 കോടി രൂപയെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സർക്കാർ വിവരിക്കുന്നു. കേന്ദ്ര സർക്കാരിന് നൽകാൻ തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിലെ പ്രാഥമിക കണക്കിലാണിതെന്നും ദുരന്തമേഖലയിൽ ചെലവഴിച്ച തുകയല്ലെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ചു. ദുരന്തമുണ്ടായി ദിവസങ്ങൾക്കുള്ളിൽ തയ്യാറാക്കിയ എസ്റ്റിമേറ്റിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്ന ചെലവ് കൂടി ഉൾപ്പെടുത്തിയിരുന്നു. 24 കൊച്ചി. കഴിഞ്ഞ ദിവസം നടന്ന ഒരു അപകടത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നുവെന്ന് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് ഇനി. കൊല്ലം മൈനാഗപ്പള്ളി സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റിക്കുന്ന സംഭവത്തിൽ അജ്മലിനെയും ഡോക്ടർ ശ്രീകുട്ടിയെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രതികൾ ബോധപൂർവം യുവതിയുടെ ശരീരത്തിലൂടെ വാഹനം കയറ്റിയിറക്കി എന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. ചന്ദനമോഷണമടക്കം നിരവധി കേസുകളിലെ പ്രതിയാണ് അജ്മൽ. അമിത വേഗതയിലെത്തിയ കാറാണ് മൈനാഗപ്പള്ളി ആനൂർക്കാവ് സ്വദേശിനികളായ ഫൗസിയും കുഞ്ഞുമോളും സഞ്ചരിച്ച സ്കൂട്ടറിലിടിച്ചത്. അപകടം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും അജ്മൽ കൂട്ടാക്കിയില്ല. തുടർന്ന് കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കുകയായിരുന്നു. ഞാനൊരു സൈഡിലേക്ക് ചേട്ടത്തിലെ കാറിന്റെ ഫ്രണ്ടിലേക്കാണ് ചേട്ടത്തി പക്ഷെ എഴുന്നേറ്റ് പക്ഷെ എന്തോ പിന്നെ ആ കാർ കയറി ഇറങ്ങി പോയത് ബാലൻസ് ഇല്ലാതെ വണ്ടി വന്നത്. ഗുരുതര പരുക്കേറ്റ കുഞ്ഞുമോളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രിയോടെ മരണം സ്ഥിരീകരിച്ചു. വാഹനവുമായി അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും കടന്നു കളഞ്ഞെങ്കിലും നാട്ടുകാരും പോലീസും ചേർന്ന് പിന്തുടർന്ന് പിടികൂടി. നാട്ടുകാരെ കബളിപ്പിച്ച് അജ്മൽ രക്ഷപ്പെട്ടെങ്കിലും പുലർച്ചെയോടെ പോലീസ് അജ്മലിനെ പിടികൂടി. ഡോക്ടർ ശ്രീകുട്ടിയെയും അജ്മലിനെയും പ്രതിയാക്കി ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ശാസ്താംകോട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ചന്ദനമോഷണമടക്കം നിരവധി കേസുകളിലെ പ്രതിയാണ് അജ്മൽ. അമിതവേഗത്തിൽ അലക്ഷ്യമായാണ് കാർ സഞ്ചരിച്ചതെന്ന ദൃക്സാക്ഷികൾ. അവര് കറക്റ്റായിട്ടാണ് ക്രോസ് ചെയ്ത് ആ വണ്ടി റോങ് സൈഡിൽ വരുമായിരുന്നു. വന്ന് അവരെ ഇടിച്ചിട്ടപ്പോ ഇത്ത ജസ്റ്റ് അടിയിലോട്ടൊന്ന് കയറിയതേ ഉള്ളു. ഞങ്ങൾ എല്ലാരും ഇവിടെ കിടന്ന് കൂവി വിളിച്ചു പറഞ്ഞു വണ്ടി എടുക്കല്ലേ എന്ന്. അയാൾ വണ്ടി ആ പുറത്തുകൂടെ എടുത്തതിന്റെ പേര് മാത്രമാണ് ഇത്ത മരണപ്പെട്ടത്. അപകടശേഷം വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടിട്ടും അജ്മൽ തയ്യാറായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പിന്നീടുള്ള യാത്രയിലും കാർ നിരവധി വാഹനങ്ങളിൽ ഇടിച്ചതായും പോലീസിന് വിവരം ലഭിച്ചു. സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ ജില്ലാ റൂറൽ പോലീസ് മേധാവിയോട് നിർദ്ദേശിച്ചു. ശ്രീകുട്ടിയെ വലിയത്ത് ആശുപത്രിയിൽ നിന്ന് പുറത്താക്കി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. 24 കൊല്ലം. ഇന്ന് ഏറെ ചർച്ചയായ മറ്റൊരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയ അതിജീവിതകളുടെ സ്വകാര്യത തകർത്ത് റിപ്പോർട്ടർ ചാനൽ നടത്തിയ അട്ടിമറിയിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്ന ആവശ്യവുമായി WCC ഇന്ന് രംഗത്തെത്തി. മൊഴികൾ ചാനലിന് നൽകിയതിന് പിന്നിൽ റിപ്പോർട്ട് കൈവശമുള്ള ചിലരുടെ നീക്കങ്ങളുണ്ട് എന്ന് സംശയിക്കുന്നതായും WCC പറയുന്നു. സ്വകാര്യതയെ അവഹേളിക്കുന്ന ആക്രമണമാണ് എന്നാണ് റിപ്പോർട്ടർ ചാനലിന്റെ വാർത്തയെ WCC വിശേഷിപ്പിച്ചത്. പ്രത്യേക അന്വേഷണ സംഘത്തിലും സർക്കാരിലുമുള്ള സംശയം. കഴിഞ്ഞ ദിവസത്തെ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി നേരിട്ട് ഉറപ്പ് നൽകിയിട്ടും മൊഴി പുറത്തുവന്നതിലെ അമർഷം. ഇത് രണ്ടുമാണ് WCC റിപ്പോർട്ടർ ചാനലിനെതിരെ മുഖ്യമന്ത്രിക്ക് അയച്ച് തുറന്ന കത്തിൽ പ്രകടിപ്പിക്കുന്നത്. മൊഴി നൽകിയവർ ആരെന്ന് പുറം ലോകത്തിന് അറിയാൻ കഴിയുന്ന രീതിയിലാണ് റിപ്പോർട്ടർ ചാനൽ വാർത്ത പുറത്തുവിട്ടതെന്ന് WCC കുറ്റപ്പെടുത്തുന്നു. മൊഴി പുറത്തായതിനു പിന്നിൽ സർക്കാരിനെയും പ്രത്യേക അന്വേഷണ സംഘത്തെയുമാണ് WCC സംശയിക്കുന്നത്. ഏറ്റവും സ്വകാര്യമായ മൊഴികൾ റിപ്പോർട്ടർ ചാനലിന് കിട്ടിയത് കമ്മിറ്റി റിപ്പോർട്ട് കൈവശമുള്ള ചിലരുടെയെങ്കിലും നീക്കങ്ങളെ സംശയാസ്പദമാക്കിയിരിക്കുന്നുവെന്ന ഗുരുതരാരോപണവും WCC ഉന്നയിക്കുന്നു.
അതിജീവിതകൾ നൽകിയ മൊഴി കോടതി ഉത്തരവ് പോലും ലംഘിച്ച് റിപ്പോർട്ടർ ചാനലിലൂടെ മാധ്യമ വിചാരണയിലേക്ക് വലിച്ചിഴക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഗുരുതര ആരോപണം. വിവരങ്ങൾ പുറത്തുവിടുമെന്ന് റിപ്പോർട്ടർ ചാനൽ നേരത്തെ പറഞ്ഞിരുന്നുവെന്നും സർക്കാരിന് അപ്പോൾ തന്നെ ഇടപെടാമായിരുന്നുവെന്നും നടി രഞ്ജിനി 24-നോട്. അപ്പോ ഇത് ഇപ്പൊ മെസ്സപ്പ് ആക്കിയത് ആരാ? ഗവൺമെന്റ് അല്ലേ? ഗവൺമെന്റ് ഷുഡ് ഹാവ് ടേക്കൺ കോഷൻ. ആ ചാനലിക്ക് തന്നെ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് റിലീസ് ചെയ്യണം. ഇനി ആരെങ്കിലും ഈ റിപ്പോർട്ടെ കുറിച്ച് പുറത്തു വരുന്നെങ്കിൽ ഞങ്ങൾ സീരിയസ് ഒരു ഗാഗോടെ ഇടേണ്ടതല്ലോ. എന്ത് കാരണം കൊണ്ട് ഗവൺമെന്റ് ചെയ്തില്ല? അപ്പൊ മൊത്തത്തില് ഇത് ടോട്ടലായിട്ട് അട്ടർ ഫെയിലിയർ ആണ്. സ്വകാര്യതയെ അവഹേളിക്കുന്ന വാർത്താ ആക്രമണം തടയണമെന്നാണ് മുഖ്യമന്ത്രിയുടെ WCCയുടെ ആവശ്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകാനുള്ള ഉത്തരവിൽ റിപ്പോർട്ടിന്റെ രഹസ്യാത്മകത സംരക്ഷിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. അന്വേഷണ സംഘം വാർത്താസമ്മേളനങ്ങൾ വിളിക്കരുത്, മാധ്യമ വിചാരണ പാടില്ല എന്ന നിർദ്ദേശങ്ങളും കോടതി നൽകിയിരുന്നു. 24 കൊച്ചി. നിപ്പയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നോക്കിയാൽ നിപ്പ ബാധിച്ച യുവാവ് മരിച്ച മലപ്പുറം നടുവത്ത് രോഗലക്ഷണങ്ങളുള്ള 10 പേരുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ലബോറട്ടറിയിലാണ് പ്രാഥമിക പരിശോധന നടത്തുക. മരിച്ച 23 വയസ്സുകാരന്റെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് സമ്പർക്കമുണ്ടായ കൂടുതൽ പേരെ കണ്ടെത്താനുള്ള ശ്രമവും ഇപ്പോൾ നടക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. ചെറിയ തോതിലെങ്കിലും നിപ ലക്ഷണങ്ങൾ കണ്ടെത്തിയ 10 പേരുടെ സാമ്പിളാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ച് ശേഖരിച്ചത്. ഇതിൽ 5 പേർ ഐസൊലേഷനിലാണ്. സാമ്പിളുകൾ കോഴിക്കോട് ലാബിൽ വെച്ച് പരിശോധിക്കും. നിപ ബാധിച്ചു മരിച്ച 23-കാരന്റെ കോൺടാക്ട് ട്രേസിംഗ് വെല്ലുവിളിയെങ്കിലും പുരോഗമിക്കുകയാണ്. ഓഗസ്റ്റ് 22-ന് ബംഗളൂരുവിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം എവിടെയെല്ലാം പോയി എന്ന കൃത്യത വരുത്താൻ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും ആരോഗ്യവകുപ്പ് ആരംഭിച്ചു. ഇതിനുശേഷം റൂട്ട് മാപ്പ് തയ്യാറാക്കും. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ആരംഭിച്ച ഫീവർ സർവേ തുടർന്നുള്ള ദിവസങ്ങളിലും നടക്കും. ഇന്ന് പഞ്ചായത്തിലെ 5 വാർഡുകളിൽ സർവേ പൂർത്തിയാക്കും. നിയന്ത്രണങ്ങളുടെ ഭാഗമായി കലക്ടർ 4, 5, 6, 7 വാർഡുകളിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൂട്ടം കൂടുന്നതും അതുപോലെ തന്നെ പൊതുയിടങ്ങളിൽ മാസ്ക് ധരിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രഖ്യാപനം ഇന്നലെ നടത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് മുഴുവൻ മാസ്ക് ധരിക്കണം എന്നുള്ള രൂപത്തിലേക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രോട്ടോകോൾ പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ജില്ലയിൽ നിലവിൽ വന്നു. കണ്ടെയ്ൻമെന്റ് സോണുകളായ തിരുവാലി പഞ്ചായത്തിലെ 4, 5, 6, 7 വാർഡുകളിലും മമ്പാട് പഞ്ചായത്തിലെ 7-ാം വാർഡിലും പൊതുജനങ്ങൾ കൂട്ടം കൂടാൻ പാടില്ല. വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ 10 മുതൽ വൈകിട്ട് 7 വരെ മാത്രമേ പ്രവർത്തിക്കാവൂ. സ്കൂൾ, കോളേജ് ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിനും അനുവാദമില്ല. മലപ്പുറത്ത് മാസ്ക് നിർബന്ധമാക്കി. 151 പേർ നിലവിൽ ക്വാറന്റൈനിലാണ്. മരിച്ച വിദ്യാർത്ഥിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ബംഗളൂരുവിലെ 15 സഹപാഠികൾ നിരീക്ഷണത്തിലാണ്. കേരള ആരോഗ്യവകുപ്പ് കർണാടക ആരോഗ്യവകുപ്പിന് വിവരം കൈമാറി. 24 മലപ്പുറം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഇനിയുമുണ്ട് റിപ്പോർട്ടുകളും വാർത്തകളും ഒക്കെ, നിങ്ങളുടെ വിശേഷങ്ങളുമുണ്ട്. കമന്റ് ബോക്സിലേക്ക് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേർ ഇന്നിപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച വാർത്തകളുടെയൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ചും കൊല്ലത്തുണ്ടായ വാഹനാപകടത്തിലെ ആ മരണം അത് ശരിക്കും കൊലപാതകമാണ് എന്ന രീതിയിൽ തന്നെയുള്ള കമൻറ്റുകളൊക്കെ ഒരുപാട് പേർ പറയുന്നുണ്ട്. റോങ് സൈഡിലൂടെയാണ് ആ വണ്ടി വന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ പറയുന്നുണ്ട് പലരും. അതുപോലെ അല്ലമീൻ തങ്ങൾപ്പടി പറയുന്നു, ഒരാളെ വിഷമിപ്പിക്കാൻ വളരെ എളുപ്പമാണ്, സന്തോഷം പകരാനാണ് പ്രയാസം എന്ന് പറയുന്നു അല്ലമീൻ തങ്ങൾപ്പടി. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ നോക്കിയും കണ്ടുമൊക്കെ ഓടിക്കണം എന്ന് ക്ലിൻറ്റൺ ക്രിസ്റ്റി എന്ന് പറയുന്നൊരു ഐഡിയിൽ നിന്ന് വന്നൊരു കമൻറ്റ് അങ്ങനെയാണ്. അലക്സ് ഹായ് ബോത്ത് ഓഫ് യു എന്ന് പറയുന്നു. ഹായ് പ്രജന്റ് പ്രവിത അത്തിക്ക പറയുന്നുണ്ട്. പിന്നെന്താ അല്ലമീൻ തരം പറയുന്നു, പണ്ടൊരാൾ പറഞ്ഞ പോലെ ഇപ്പോൾ കോടികൾക്കൊന്നും തീരെ വിലയില്ലാതെയായി എന്ന് ഒരു കമന്റ്. തോമസ് ജോർജ് പറയുന്നു, കല്ലായി കടവത്ത് പോയോ എന്ന് നമ്മുടെ ചോദ്യമാണ്. നമ്മളോട് പോയോ എന്നാണ് രണ്ടുപേരും. ഞാൻ പോയിട്ടുണ്ട്, കാരണം ഞാൻ പഠിച്ചത് കോഴിക്കോടായതുകൊണ്ട് ആ ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം പോയിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമേ നോർത്തേൺ കേരളയിലേക്ക് ഞാൻ യാത്ര ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ പോന്നോട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ വിളിക്കാൻ മറക്കണ്ട. നേരത്തെ കാണിച്ച ആ QR കോഡ് അത് സ്കാൻ ചെയ്യാൻ കഴിയാത്തവർ നേരെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ട്. നമ്മുടെ 24-ന്റെ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് പെട്ടെന്ന് വീഡിയോ കോൾ ചെയ്ത് നേരെ സ്ക്രീനിലേക്ക് വരാം. അപ്പോൾ നമുക്ക് നേരിൽ കണ്ട് സംസാരിക്കാം. യെസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത തുടരുകയാണ് നമ്മുടെ യാത്ര. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഒപ്പം ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത റിപ്പോർട്ടിലേക്കാണ് ഇനി. അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം നാളെ രാജിവെക്കും. നാളെ ചേരുന്ന നിയമസഭാ കക്ഷിയോഗം പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളിന്റെ പേരുകൾ അടക്കം പരിഗണനയിലുണ്ട്. ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയെ നേരിൽ കണ്ടാകും രാജിക്കത്ത് കൈമാറുക. നാളെ വൈകിട്ട് 4:30-നാണ്
ലഫ്റ്റനന്റ് ഗവർണറുമായുള്ള കൂടിക്കാഴ്ച. ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും രാജി സമർപ്പിക്കും. നാളെ ചേരുന്ന നിയമസഭാ കക്ഷിയോഗം പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. രാവിലെ 11 മണിക്ക് അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലാണ് യോഗം ചേരുന്നത്. മന്ത്രിമാരായ അതിഷി, സൗരഭ് ഭരദ്വാജ്, ഗോപാൽ റായി, കൈലാഷ് ഗെഹ്ലോട്ട് എന്നിവർക്ക് പുറമെ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളും പരിഗണനയിലുണ്ട്. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിൽ അരവിന്ദ് കെജ്രിവാളിന്റെ തീരുമാനവും നിർണായകമാകും. രാജിപ്രഖ്യാപനത്തിന് പിന്നാലെ മനീഷ് സിസോദിയ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആം ആദ്മി നേതാവ് രാഘവ് ചദ്ധയും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ശേഷമുള്ള തുടർ നീക്കങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യാനായി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ ആം ആദ്മി പാർട്ടി രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നു. 24 ഡൽഹി. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. നേരത്തെ തന്നെ ഈ അഭിനേതാക്കളുടെ സംഘടന അമ്മ അതിൽ സ്പ്ലിറ്റ് ഉണ്ടാവുന്നു, പുതിയ സംഘടന രൂപീകരിക്കാൻ നീക്കമൊക്കെ വരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ എന്തായാലും മലയാള സിനിമാ മേഖലയിൽ നിലവിലെ സംഘടനകൾക്ക് ബദലായി പുതിയ സംഘടന രൂപീകരിക്കാനുള്ള നീക്കം നടക്കുന്നു എന്ന വാർത്തയാണ് ഇന്ന് പുറത്തുന്നത്. പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ എന്ന പേരിലാകും ആ സംഘടന എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ആഷിഖ് അബു, അഞ്ജലി മേനോൻ, ലിജോ ജോസ് പെല്ലിശ്ശേരി എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. അഞ്ജലി മേനോൻ, ലിജോ ജോസ് പെല്ലിശ്ശേരി, ആഷിഖ് അബു, രാജീവ് രവി, റിമ കല്ലിങ്കൽ, ബിനീഷ് ചന്ദ്ര എന്നിവർ സംയുക്തമായി പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് എന്ന പേരിൽ പുതിയ സംഘടന രൂപീകരിക്കുന്നത്. കാലഹരണപ്പെട്ട രീതിയിലുള്ള നിലവിലെ സിനിമാ രീതികളിൽ മാറ്റമാണ് സംഘടന ലക്ഷ്യമിടുന്നത്. തൊഴിലാളികളുടെ ശാക്തീകരണവും പുത്തൻ സിനിമാ സംസ്കാരം രൂപീകരിക്കുമെന്നാണ് സംഘടനയുടെ വാഗ്ദാനം. തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കും. സമത്വം, സഹകരണം, സാമൂഹ്യനീതി മൂല്യങ്ങളിൽ ഊന്നി പ്രവർത്തിക്കുമെന്നും സിനിമാ പ്രവർത്തകർക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു. സിനിമാ പിന്നണി പ്രവർത്തകരുടേതാകും കൂട്ടായ്മ. സംഘടന രൂപീകരിക്കുന്നതിനുള്ള പ്രാഥമിക ചർച്ചകൾക്ക് കൂട്ടായ്മ കടന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനു പിന്നാലെ സിനിമാ മേഖലയിലെ ലൈംഗികാതിക്രമം സംബന്ധിച്ച് താരസംഘടനയായ അമ്മയിലും ഫെഫ്കയിലും വലിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടത്. അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചവരാണ് പുതിയ സംഘടനാ രൂപീകരണത്തിന്റെ തലപ്പത്തെന്നതും ശ്രദ്ധേയമാണ്. 24 കൊച്ചി. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്തെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഉടൻ പൂർത്തിയാക്കണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ അന്ത്യശാസനം. ഇല്ലെങ്കിൽ അരി വിതരണം നിർത്തിവെക്കുമെന്നാണ് മുന്നറിയിപ്പ്. എന്നാൽ റേഷൻ കാർഡ് ഉടമകളൊക്കെ എന്താണെന്ന് അറിയാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ചില ആശങ്കയ്ക്ക് വന്നിട്ടുണ്ട്. അതായത് 1.5 മാസത്തിനകം ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നും കേരളത്തിന് അയച്ച കത്തിൽ പറയുന്നു. ഒക്ടോബർ 10 മുൻപ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ 24 പറഞ്ഞു. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ കേരളത്തിന് അരി നൽകില്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അന്ത്യശാസനം. റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്താൻ ഭക്ഷ്യവകുപ്പ് നേരത്തെ തീരുമാനിച്ചെങ്കിലും സർവർ തകരാർ മൂലം നിർത്തിവെക്കുകയായിരുന്നു. റേഷൻ വിതരണവും മസ്റ്ററിംഗും പോസ്റ്റ് മെഷീനിലൂടെ ഒരേ സമയം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഒക്ടോബർ 31-നകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് കാട്ടി കേന്ദ്രം സംസ്ഥാനത്തിന് കത്ത് നൽകി. റേഷൻ കാർഡിൽ പേരുള്ളവരെല്ലാം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ അരിവിഹിതം നൽകില്ലെന്നാണ് കേന്ദ്രമയച്ച കത്തിൽ പറയുന്നത്. എന്നാൽ റേഷൻ വിതരണം മുടങ്ങില്ലെന്ന് സംസ്ഥാന ഭക്ഷ്യമന്ത്രി GR അനിൽ 24 ഒക്ടോബർ മാസത്തോടുകൂടി അത് പൂർത്തിയാക്കണമെന്ന അവസാനത്തെ അറിയിപ്പാണ് കേന്ദ്രം നൽകിയിട്ടുള്ളത്. അതിൽ ഇന്നലെ വരെ നോക്കുമ്പോൾ 45 ലക്ഷം ആളുകൾ അതിൽ മസ്റ്ററിങ്ങിൽ പങ്കെടുത്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1/3 ആളുകൾ പങ്കെടുത്ത് കഴിഞ്ഞു. അതുകൊണ്ട് വലിയ പ്രയാസം നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. മറ്റന്നാൾ മുതൽ മസ്റ്ററിംഗ് നടത്താനാണ് പൊതുവിതരണ വകുപ്പ് തീരുമാനം. ഓണം കഴിഞ്ഞുള്ള സമയമായതിനാൽ കൂടുതൽ ആളുകൾ റേഷൻ കടകളിലേക്ക് വരില്ലെന്ന് വകുപ്പ് കണക്ക് കൂട്ടുന്നു. ജില്ലകളെ 3ആയി തരംതിരിച്ച് പ്രത്യേക തീയതികളിലായിരിക്കും മസ്റ്ററിംഗ്. റേഷൻ കടകൾക്ക് പുറമെ അംഗനവാടികൾ, സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക സൗകര്യവും ഒരുക്കും. റേഷൻ വിതരണവും മസ്റ്ററിംഗും ഒരുമിച്ച് നടത്തിയാലുണ്ടാകുന്ന ബുദ്ധിമുട്ട് വ്യാപാരികൾ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 18 മുതൽ 24 വരെ തിരുവനന്തപുരം ജില്ലയിൽ മസ്റ്ററിംഗ് നടക്കും. കൊല്ലം മുതൽ തൃശൂർ വരെയുള്ള 7 ജില്ലകളിൽ 25 മുതൽ ഒക്ടോബർ 1 വരെയും ഒക്ടോബർ 3 മുതൽ 8 വരെ ബാക്കി ജില്ലകളിലും നടക്കും. 24 തിരുവനന്തപുരം. അപ്പോൾ ഇതുവരെ മസ്റ്ററിംഗ് ചെയ്യാത്തവർ ഉറപ്പായും മസ്റ്ററിംഗ് ചെയ്യണം. ഇല്ലെങ്കിൽ റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടും, അല്ലെങ്കിൽ സർക്കാർ ആ പേര് വെട്ടും. അതാണ്. എന്നാൽ സമയമുണ്ട്, കുഴപ്പമില്ല, ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളില്ല. കൂടുതൽ സൗകര്യങ്ങൾ എന്തായാലും സർക്കാർ ഏർപ്പെടുത്തുമ്പോൾ നമുക്ക് നോക്കാം, കണ്ടറിയാം. ഇനി നമുക്കൊരു പ്രേക്ഷകൻ നമ്മുടെ സ്ക്രീനിലേക്ക് എത്താൻ പോകുന്നു. ഗോവയിൽ നിന്നാണ് ഈ പ്രേക്ഷകൻ നമ്മുടെ സ്ക്രീനിലേക്ക് എത്താൻ പോകുന്നത്. റവറൻഡ് ഫാദർ ജിനു എബ്രഹാം ആണെന്നാണ് പ്രൊഡക്ഷൻ റൂമിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. ഹായ് ഫാദർ, നമസ്കാരം. ഫാദർ നമസ്കാരം. ഹായ്, നമസ്കാരം. നമസ്കാരം ഫാദർ, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. നമ്മൾ അത് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയണോ? ഫാദറിന്റെ അടുത്തൊരു സംശയമാണ്. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഓക്കെ, അവിടെ ഗോവയിലാണല്ലേ ഇപ്പോ സേവനം ചെയ്യുന്നത്? ഗോവയിലാണ്. ഓക്കെ, നാട്ടിലെവിടെയാണ്?
മർത്തോമാസയുടെ മുംബൈ ഭദ്രാസനത്തിന്റെ ഭാഗമായ ഗോവ സെന്ററിലെ ഗോവയിലാണ് ശുശ്രൂഷ. നാട്ടിൽ ഞാൻ കരുവാറ്റ, ആലപ്പുഴ അപ്പർ കുട്ടനാട് ഏരിയ കരുവാറ്റയാണ്. അദ്ദേഹം എന്റെ വൈഫാണ്. അദ്ദേഹം തിരുവല്ല വെണ്ണിക്കുളമാണ്, പത്തനംതിട്ട. പേര് അതെ, ചിഞ്ചു. ചിഞ്ചു. എന്റെ പേര് റവറൻഡ് ജിനു അബ്രഹാം. അദ്ദേഹം ചിഞ്ചു. അതെ അതെ അതെ. ഫാദർ, അപ്പൊ നമ്മുടെ പ്രോഗ്രാം സ്ഥിരമായി കാണാറുണ്ടോ? പിന്നെ 24 ഒക്കെ നമ്മുടെ എപ്പോഴും ഇങ്ങനെ നമ്മള് വീട്ടിൽ എപ്പോഴും ഇങ്ങനെ വെച്ചിട്ട് ചാനലാണ് 24 ഒക്കെ. ഓക്കെ. അപ്പൊ നാട്ടിലേക്കൊക്കെ ഇപ്പൊ എങ്ങനെയാണ് വരിക? ഞങ്ങൾക്ക് നാട്ടിലേക്ക് അങ്ങനെ വരാൻ ലീവ് ഇല്ല, എങ്കിലും ഞങ്ങളുടെ ആനുവൽ ക്ലബ്ജി. ഓക്കെ. അവിടുത്തെ ഒരു കാലാവസ്ഥയും ഒക്കെ എങ്ങനെയാണ് ഗോവയിൽ? ഇപ്പം ഗോവയില് മഴയാണ്, മഴ തീരാൻ പോകുന്നു. ഇപ്പൊ സീസൺ ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ് ഗോവയില്. കേരളത്തിന് പുറത്ത് ആദ്യമായിട്ടാണോ ഇങ്ങനെ ശുശ്രൂഷ ബന്ധപ്പെട്ട് പോകുന്നത്? സഭയുടെ ഗോവയില് ആദ്യമായിട്ടാണ്. ആണല്ലേ? അപ്പൊ ഒരുപാട് സന്തോഷം ഫാദർ. ഒരു ഫാദർ ആദ്യമായിട്ടാണ് നമ്മളെ വിളിക്കുന്നത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. രണ്ടുപേർക്കും പ്രോഗ്രാം ഒക്കെ ഭംഗിയായിട്ട് പോകുന്നു. താങ്ക് യു ഫാദർ. താങ്ക് യു. ഇനിയും തുടർന്ന് കാണണം കേട്ടോ. ഞങ്ങളുടെ കരുവാറ്റ സ്വദേശികൾക്ക് അതുപോലെ തന്നെ എന്റെ കൂട്ടുകാർ ഫ്രണ്ട്സിനെല്ലാം ഒരു ഗുഡ് നൈറ്റ് നിങ്ങളുടെ ചാനലിൽ കൂടെ വെക്കും. തീർച്ചയായിട്ടും. റവറൻഡ് ജിനു അബ്രഹാമിനെ അറിയുന്ന എല്ലാവർക്കുമായിട്ട്. ഓ, ഡെഫിനറ്റ്ലി. താങ്ക് യു. തിരുനാമ കീർത്തനം പാടുവാനില്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ, അപദാനം എപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങൾ എന്തിനു നാഥ, ഈ ജീവിതം എന്തിനു നാഥ. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ, അപദാനം എപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങൾ എന്തിനു നാഥ, ഈ ജീവിതം എന്തിനു നാഥ. ഈ പാട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പാടിയിട്ടുണ്ട്. ഭക്തി ശരിക്കും ഉണ്ടായിരുന്നു ആ സോങ്ങില്. അപ്പോ പാട്ട് പാടിയതിനും വിളിച്ചതിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദി ഫാദർ. താങ്ക് യു. ഫാദർ എന്തോ പറയാൻ വന്നു. അതെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആണെന്ന് പറയാൻ വന്നത്. അപ്പോൾ ഫാദർ ജിനു എബ്രഹാം ആണ് വിളിച്ചത് ഗോവയിൽ നിന്നും. അദ്ദേഹത്തിന്റെ പത്നി ഉണ്ടായിരുന്നു കൂടെ. പാട്ട് നമ്മളൊക്കെ കേട്ടു. ഇപ്പൊ റെഡിയല്ലേ? പ്രേക്ഷകരൊന്ന് റീഫ്രഷ്ഡ് ആയിട്ടുണ്ട്. ഒരു ചെറിയ വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിത തുടരുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്, അതിലേക്കാണ്. കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ മരണത്തിൽ പ്രതിഷേധിക്കുന്ന ജൂനിയർ ഡോക്ടേഴ്സും മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായുള്ള ചർച്ച പൂർത്തിയായി. ചർച്ച 1.5 മണിക്കൂറിലധികം നീണ്ടുനിന്നു. പോലീസ് കമ്മീഷണറെയും ആരോഗ്യ സെക്രട്ടറിയെയും മാറ്റണം എന്ന് ഡോക്ടേഴ്സ് ആവശ്യപ്പെട്ടു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഡോക്ടേഴ്സിന്റെ ആവശ്യം മമതാ ബാനർജി അംഗീകരിച്ചിട്ടുണ്ടോ? എന്താണ് ചർച്ചയുടെ വിശദാംശങ്ങൾ? പ്രവിത, പ്രജിൻ, ഡോക്ടേഴ്സും മമതാ ബാനർജിയും തമ്മിലുള്ള ചർച്ച പൂർത്തിയായിരിക്കുന്നു. 1 മണിക്കൂർ 45 മിനിറ്റോളമാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ, കാളിഘട്ടിലെ വസതിയിൽ ഈ ചർച്ചകൾ നടന്നത്. വൈകിട്ട് 5 മണിക്കാണ് ചർച്ചകൾക്കായി മുഖ്യമന്ത്രി ക്ഷണിച്ചിരുന്നത്. എങ്കിലും ഡോക്ടേഴ്സ് പ്രതിഷേധമായി ഒരു പ്രകടനമായി എത്തിയാണ് ചർച്ചകളിൽ പങ്കെടുത്തത്. ഒപ്പം തന്നെ ഇരു കൂട്ടരും ഉപാധികൾ മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ തത്സമയം ഈ ചർച്ചകൾ സ്ട്രീം ചെയ്യണം എന്നുള്ളതായിരുന്നു ഡോക്ടേഴ്സിന്റെ ആവശ്യം. അത് അംഗീകരിച്ചില്ല. എന്നാൽ ചർച്ചകൾ രേഖാമൂലമാക്കണം എന്ന് ഡോക്ടേഴ്സ് തുടർന്ന് ആവശ്യപ്പെട്ടു. 2 സ്റ്റെനോഗ്രാഫേഴ്സിനെ കൂടി ഉൾപ്പെടുത്തിയാണ് ഈ ചർച്ചകൾ നടന്നത്. ചർച്ചകൾക്ക് ശേഷം ആ രേഖകളിൽ എല്ലാം തന്നെ എല്ലാവരും ഒപ്പുവെച്ചു എന്നാണ് ഡോക്ടേഴ്സിന്റെ പ്രതിനിധികൾ അറിയിക്കുന്നത്. ചർച്ചകൾക്ക് ശേഷം ഡോക്ടേഴ്സ് പ്രതിഷേധിക്കുന്ന ഭവന് മുന്നിൽ പ്രതിഷേധിക്കുന്ന മറ്റ് പ്രതിഷേധക്കാരുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. അവരുമായി ചർച്ച നടത്തിയ ശേഷം മാത്രമേ തങ്ങളുടെ തീരുമാനം എന്തായാലും അത് അറിയിക്കാൻ കഴിയൂ എന്ന് മുഖ്യമന്ത്രിക്ക് മുന്നിൽ നേരത്തെ തന്നെ ഡോക്ടേഴ്സ് ഉപാധി വച്ചിരുന്നു. അതനുസരിച്ച് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചർച്ചകളുടെ ഫലം എന്ത് എന്നുള്ള പ്രതികരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇന്ന് രാത്രി തന്നെ ചർച്ചയുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി സമരം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന ഉപാധി മുന്നോട്ട് വെച്ചപ്പോൾ ഈ 2 ഉപാധികൾ ഡോക്ടേഴ്സ് മുന്നോട്ട് വെച്ചു എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതിൽ ഒന്ന് പോലീസ് കമ്മീഷണർ വിജയ് ഗോയലിനെ മാറ്റുക എന്നുള്ളതാണ്. മറ്റൊരാവശ്യം എന്നുള്ളത് ആരോഗ്യ സെക്രട്ടറിയെ മാറ്റണം എന്നുള്ളതാണ്. ഇക്കാര്യങ്ങളിൽ സർക്കാരിന്റെ തീരുമാനം എന്ത് എന്നതടക്കമുള്ളവ ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാകും. ശരി.
പോലീസ് കമ്മീഷണറെയും ആരോഗ്യ സെക്രട്ടറിയും മാറ്റണം എന്ന ഡോക്ടേഴ്സിന്റെ ആവശ്യമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മുന്നിലുള്ളത്. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അതിൽ എന്ത് തീരുമാനമെടുക്കുന്നു എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. ടൊവിനോ തോമസ് ചിത്രം ARMന്റെ വ്യാജ പതിപ്പ് ഇറങ്ങിയതായി പരാതി. ടെലഗ്രാമിൽ ഒരാൾ സിനിമ കാണുന്ന ദൃശ്യങ്ങൾ സംവിധായകൻ ജിതിൻ ലാൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചു. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് കൊച്ചിയിൽ ഇതിന് കൂടുതൽ വിവരങ്ങളുമായി. അശ്വിൻ, ഇത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. ഇപ്പോഴും ഇത്തരം വ്യാജ പതിപ്പുകൾ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് തടയിടാൻ കഴിയുന്നത്? ഒപ്പം തന്നെ ഈ പരാതിയുമായി ഇപ്പോൾ സംവിധായകൻ രംഗത്ത് വന്നിരിക്കുന്നു. ഇതെവിടെയാണ് ഈ പതിപ്പ് ഇറങ്ങിയത്? അതിൽ നടപടി എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ? പ്രജിൻ പ്രവിത, കേരളത്തിലെ ടെലഗ്രാം ഗ്രൂപ്പുകളിലടക്കം ഈ ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് പ്രചരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലെ തിയേറ്റർ പ്രിന്റ് അല്ല അത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. HD ക്ലാരിറ്റിയിലുള്ള ദൃശ്യങ്ങൾ തന്നെയാണ്, സിനിമയുടെ പൂർണ്ണമായ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ഇതിന്റെ ഒരാൾ ഈ സിനിമ കാണുന്ന ദൃശ്യങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ടാണ് ഈ സംവിധായകൻ തന്റെ വിഷമം പങ്കുവെക്കുന്നത്. ഹൃദയഭേദകം എന്നുള്ള ഒരു തലക്കെട്ടിലാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ജിതിൻ ലാൽ, നവാഗത സംവിധായകൻ കൂടിയ ജിതിൻ ലാൽ പങ്കുവെക്കുന്നത്. കോടികൾ മുടക്കി 3D ചിത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത്. 5 ഭാഷകളിലാണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളതും. അതിന്റെ ഈ തിയേറ്റർ അടക്കമുള്ള ദൃശ്യങ്ങൾ, അതിനപ്പുറം HD ദൃശ്യമികവോടുകൂടിയുള്ള ദൃശ്യങ്ങളും ടെലഗ്രാം ഗ്രൂപ്പുകൾ വഴി ഇതിനോടകം പ്രചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സംവിധായകൻ പരാതി നൽകാൻ ഒരുങ്ങുന്നു എന്നുള്ള ഒരു വാർത്ത കൂടി നിമിഷം പുറത്തു വരുന്നുണ്ട്. ഒരുപക്ഷെ നാളെ തന്നെ ഈ ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് ഓൺലൈൻ വഴി പ്രചരിക്കുന്നു എന്നുള്ള ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ ജിതിൻ ലാൽ തയ്യാറാകുമെന്നാണ് അറിയുന്നത്. തമിഴ് റോക്കേഴ്സ് എന്നുള്ള വാട്ടർമാർക്ക് ഈ പുറത്തിറങ്ങിയിരിക്കുന്ന ദൃശ്യങ്ങളുണ്ട് എന്നും മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ഈ മലയാള സിനിമയുടെ പല ചിത്രങ്ങളുടെയും വ്യാജ പതിപ്പുകൾ തമിഴ് റോക്കേഴ്സ് വഴി പലപ്പോഴായി പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ പരാതി നാളെ തന്നെ ഔദ്യോഗികമായി പോലീസിനും സൈബർ സെല്ലിനും നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രജിൻ പ്രവിത. ശരി, വ്യക്തമാണ്. അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഒരാൾ ആ രീതിയിൽ ആ സിനിമ കാണുന്ന ദൃശ്യമാണ്. എനിക്ക് തോന്നുന്നു ഒരു ട്രെയിൻ യാത്രയുടെ സമയത്ത് എല്ലാവരും കാണുകയാണ് ഈ രീതിയിൽ ഏറ്റവും പുതിയ സിനിമ ഈ ടെലിഗ്രാമിൽ വെച്ച് കാണുന്നത് എന്നതും നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നു. എന്തായാലും തമിഴ് റോക്കേഴ്സ് ഇതിനു മുമ്പും ഈ ആൻറ്റി പൈറസി ഇത്തരം പരാതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ടീമാണ്, ആ ഗ്രൂപ്പാണ്. അവർക്കെതിരെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പരാതി വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. സംവിധായകൻ എന്തായാലും പരാതിയുമായി മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. കേരള ബാങ്കിൽ നിന്ന് ജപ്തി ഭീഷണി നേരിട്ട ആലപ്പുഴ പെരുമ്പളത്തെ ക്യാൻസർ ബാധിത കുടുംബത്തിന് കൈത്താങ്ങുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പണയത്തിലുള്ള വീടിന്റെ ആധാരം കുടുംബത്തിന് സുരേഷ് ഗോപി കൈമാറിയിട്ടുണ്ട്. 3 പേർക്ക് ക്യാൻസർ ബാധിച്ച കുടുംബത്തിന്റെ ദുരവസ്ഥ 24 വാർത്തയാക്കിയതിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രിയുടെ ഈ ഇടപെടൽ. വലിയ ആശ്വാസവും സന്തോഷവും നൽകുന്ന വാർത്തയാണത്. 24 ഇമ്പാക്ട്. ഒരു കുടുംബത്തിലെ 3 പേരെയും അർബുദം ബാധിച്ചതിനെ തുടർന്ന് ജീവിതം മുന്നോട്ടു പോകാനാകാതെ പ്രതിസന്ധിയിലായെന്ന 24 വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടൽ. 4-5 ദിവസം മുമ്പാണ് ശിവശങ്കരൻ 24-ൽ വന്ന ഒരു വാർത്ത അറിയിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ വിളിച്ചന്വേഷിച്ചു. അവർക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണം, അതിനുള്ള സൗകര്യം ഒരുക്കാൻ പറ്റി, അത്രയേ ഉള്ളൂ. ചികിത്സാ ചെലവിനും വീട് പണിക്കുമായി 2015-ൽ കേരള ബാങ്കിൽ നിന്നെടുത്ത വായ്പയിൽ തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് കുടുംബം ജപ്തി ഭീഷണി നേരിട്ടത്. 1,70,000 രൂപ തിരിച്ചടച്ച് വീടിന്റെ ആധാരം സുരേഷ് ഗോപി കുടുംബത്തിന് കൈമാറി. ചികിത്സയുടെ കാര്യത്തിന് ഡോക്ടേഴ്സിനെ എല്ലാം വിളിച്ച് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഓവർഹെഡ്സ് എന്താണെന്നൊക്കെ നോക്കണം. ദൈനംദിന ചെലവിനൊപ്പം ചികിത്സാ ചെലവിനും പ്രതിസന്ധി നേരിടുന്ന കുടുംബത്തിന്റെ ചികിത്സാ സഹായവും കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. 24-ന്റെയും കേന്ദ്രമന്ത്രിയുടെയും ഇടപെടലിന് കുടുംബം നന്ദി പറഞ്ഞു. വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ടു പോയിരുന്നു എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. സുരേഷ് ഗോപി സാറ് വന്ന് എനിക്കിപ്പോൾ ഈ പ്രമാണം എടുത്ത് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് പകുതി ആശ്വാസമായിട്ടുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ചികിത്സയുടെ കാര്യങ്ങളും കൂടിയൊക്കെ നടന്നു കിട്ടുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എല്ലാ ആളുകളോടും ജനത്തിനോടും കടപ്പെട്ട് ഇരിക്കുകയാണ്. എനിക്ക് അത് ദൈവത്തിൻ്റെ മുമ്പിലും നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ ഞാനത് നന്ദി പറയുന്നു. 2017-ൽ ക്യാൻസർ ബാധയെ തുടർന്ന് മരിച്ച രശ്മിയുടെ മകൾ ആരഭിയും അതേ രോഗം പിടിപെട്ട് ചികിത്സയിലാണ്. ആരഭിയുടെ മുഖത്തെ ചിരി മറയാതെയിരിക്കാൻ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയ അനിവാര്യമാണ്. ദാതാക്കളെ ലഭിക്കണമെങ്കിൽ സുമനസുകൾ കനിയണം. ആരഭിയുടെ അമ്മൂമ്മ മിനിയാണ് കുടുംബത്തിലെ അർബുദബാധിതയായ മറ്റൊരാൾ. മത്സ്യത്തൊഴിലാളിയായ രാജപ്പന്റെ വരുമാന മാർഗമാണ് കുടുംബത്തിന്റെ ഏക ആശ്രയം. 24 കൊച്ചി.
യെസ്, ഇനി 24-ന് സന്തോഷമുള്ള 24-ന് എന്താണ് ഒരുപാട് സന്തോഷമുള്ള ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്നുള്ള 100 വീട് പദ്ധതി, അത് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും. ആ പദ്ധതിയിലെ കോഴിക്കോട് ജില്ലയിലെ ആദ്യ വീടിന് ഇന്ന് തറക്കല്ലിട്ടു. കൂടരഞ്ഞി സ്വദേശി ഖദീജയ്ക്കാണ് വീടൊരുങ്ങുന്നത്. 18 വർഷമായി വാടക വീട്ടിൽ കഴിയുന്ന ചാത്തൻചിറ വീട്ടിൽ ഖദീജയുടെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത്. 24 ഫാവേഴ്സും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ആണ് ഇപ്പോൾ വീട് ഒരുക്കി തരുന്നത്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. തറക്കല്ലിടൽ ചടങ്ങിൽ കൂടരഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ്, വാർഡ് മെമ്പർ മോളി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും അതോടൊപ്പം തന്നെ 24-ഉം ചേർന്ന് ഖദീജ ചാത്തൻചിറ എന്നൊരു കുടുംബത്തെ ഒരു പുതിയ വീട്ടിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതിന് ആവശ്യമായ ഇടപെടലുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. തികച്ചും മാതൃകാപരമായ പ്രവർത്തനമാണ് 24 ന്യൂസ് ഏറ്റെടുത്തിട്ടുള്ളത്. ഖദീജ വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പല വീടുകളിലും അല്ലെങ്കിൽ പല മേഖലകളിലും മുട്ടിയെങ്കിലും 24 മാത്രമാണ് വാതിൽ തുറന്നു തന്നത്. അത് തീർച്ചയായും നിങ്ങളെ അഭിനന്ദിക്കുന്നു. 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന ഫ്ലവേഴ്സ് ഹോം പ്രോജക്ടിന്റെ ഭാഗമായാണ് വീട് നിർമ്മിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് FFC ജില്ലാ കോർഡിനേറ്റർ ബിജു, താലൂക്ക് കോർഡിനേറ്റർ ബിനീഷ് എന്നിവർ നേതൃത്വം നൽകും. ഭവനരഹിതരെ ചേർത്തുപിടിക്കുന്ന പദ്ധതിയിലൂടെ ഒരു കുടുംബത്തിന് കൂടി തലചായ്ക്കാൻ ഇടം ലഭിക്കുന്നതിൽ 24-ന് ചാരിതാർത്ഥ്യം. 24 കോഴിക്കോട്. ഇന്ന് നബിദിനമായിരുന്നു അല്ലേ? ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ നബിദിനം ആചരിച്ചിരുന്നു, ആഘോഷമാക്കിയിരുന്നു. അത്തരത്തിൽ പ്രവാചക സ്മരണയിലാണ് ഇസ്ലാം മത വിശ്വാസികൾ. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷം സംസ്ഥാനത്ത് ആഘോഷിച്ചു. വർണ്ണാഭമായ നബിദിന ഘോഷയാത്രകളിൽ ജാതിമത ഭേദമന്യേ നിരവധി പേർ പങ്കെടുത്തു. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. പ്രവാചകൻ മുഹമ്മദ് നബി തങ്ങളുടെ 1499-ാമത് ജന്മദിനമാണിന്ന്. ദഫ്മുട്ട്, അറബനമുട്ട്, സ്കൗട്ട്, ഫ്ലവർ ഷോ തുടങ്ങിയ പരിപാടികളോടെ വർണ്ണാഭമായ ഘോഷയാത്ര. വിവിധയിടങ്ങളിൽ നടന്ന ആഘോഷ പരിപാടികൾക്ക് പ്രമുഖ പണ്ഡിതർ നേതൃത്വം നൽകി. ഈ ഘോഷയാത്രൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാടിനൊരു മഹിമയുണ്ട്. അതായത് ജാതിയില്ല, മതങ്ങളില്ല, എല്ലാവർക്കും ഒരു ആഘോഷം വരുമ്പോൾ ഒരുമിച്ച് ഒരു മനസ്സോട് കൂടിയിട്ട് ആഘോഷിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഓണാണെങ്കിൽ എല്ലാവരും കൂടി ആഘോഷിക്കും. അതുപോലെ തന്നെ നബിദിനം. മതങ്ങളെ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ആശയമാണ് റസൂലുള്ളാഹിനെ നമ്മളോട് ലോകത്തോട് പറഞ്ഞിട്ടുള്ളത്. റാലിയിൽ പങ്കെടുക്കാനും റാലിയുടെ ഭാഗമായവർക്ക് മധുരം നൽകാനും മത, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലയിലെ നിരവധി പേരെത്തി. മൗലിദ് പാരായണം, അന്നദാനം തുടങ്ങിയവയും നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്. നമ്മുടെ പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ട്, ഈ ഓണാഘോഷമൊക്കെ കഴിഞ്ഞു വന്നു. ഓണാഘോഷം കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഓണാഘോഷം കഴിഞ്ഞിട്ടില്ല, ഇന്ന് അവിട്ടമാണ്. ഒരുപാട് ആചാരങ്ങളും നിരവധി വീടുകളിൽ സദ്യയൊക്കെ കഴിക്കും. എന്റെ വീട്ടിൽ ഇന്നും സദ്യ ഉണ്ടായിരുന്നു, എനിക്ക് പോകാൻ പറ്റിയില്ല. അതിന്റെ വിഷമം നല്ലതുപോലെ ഉണ്ട്. സദ്യ എന്നുള്ളതാണ് അല്ലേ? സദ്യ മാത്രമല്ല, വീട്ടുകാരോട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാത്തതിൽ അവർക്കും വിഷമമുണ്ട്, എനിക്കും വിഷമമുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് അത്തരം ഇന്നത്തെ അവിട്ട ദിനത്തിലെ ചില വിശേഷങ്ങൾ കൂടി പറയാനുണ്ട് പ്രേക്ഷകരോട്. അതിന് മുമ്പ് നമുക്കൊരു ഇടവേള എടുത്താലോ? വെൽക്കം ബാക്ക്. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിത തുടരുകയാണ്. അപ്പോൾ നമ്മൾ ഇടവേളയിലേക്ക് പോകും മുൻപ് പറഞ്ഞിരുന്നു, ഇന്ന് അവിട്ടം ദിനമാണ്. അവിട്ടം ദിനത്തിലും തൃശ്ശൂരിന്റെ വീഥികളെ കീഴടക്കി കുമ്മാട്ടികൾ എത്തി. വാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ എത്തുന്ന കുമ്മാട്ടികളെ ആഘോഷമായാണ് ജനങ്ങൾ വരവേറ്റത്. അതിനിടയിൽ ഒരു അപൂർവ കാഴ്ച 24 സംഘത്തിന്റെ ക്യാമറ കണ്ണിൽ പതിഞ്ഞു. ഏവന്നൂർ ദേശം കുമ്മാട്ടിയുടെ ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ.
ഉത്രാട ദിനത്തിൽ ഇറങ്ങിയ കുമ്മാട്ടികൾ അങ്ങനെ ഓരോ ഓണ ദിവസങ്ങളിലും സജീവമാവുകയാണ്. ഇന്ന് അവിട്ട ദിനമാണ്. പക്ഷേ തൃശ്ശൂരിന്റെ പലയിടങ്ങളിൽ കുമ്മാട്ടി സംഘങ്ങൾ ഇറങ്ങുന്നു. അതോടൊപ്പം തന്നെ അനുബന്ധ കലാരൂപങ്ങളുണ്ട്. അതിനിടയിലാണ് ഒരു കൗതുക കാഴ്ച നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വിവിധ വേഷങ്ങൾ ധരിച്ചിട്ടുള്ളവരെല്ലാവരും ഇത് അച്ഛനാണ്, മക്കളാണ്, അതുപോലെ തന്നെ സഹോദരന്റെ മകളുണ്ട്. അങ്ങനെ ഹനുമാനും അതുപോലെ തന്നെ മുരുകനും എല്ലാം ഒറ്റ കുടുംബാംഗങ്ങളാകുന്ന ഒരു കാഴ്ചയാണ്. എവിടെ നിന്നാ വന്നത് നമ്മള്? ഞാൻ എറണാകുളം നോർത്ത് പറവൂർ മന്നം തത്തപ്പള്ളി റോൾഡെക്സ് എന്നാണ് എൻ്റെ പേര്. പവിത്രം പുണ്യപുരാണ വേഷങ്ങൾ. മക്കളല്ലേ? എന്താ ഹനുമാൻ, കുട്ടി ഹനുമാൻ, മൂത്ത മകൻ പറച്ചത്, ഇളയ മകൻ ശിവനായിരുന്നത് ഋഷരജസ്, അത് അനിയന്റെ കുട്ടി വിദാസ്ത പെൺകുട്ടി. SK സാറിന് പ്രത്യേകം ഒരു ഹായ് ഓണാശംസകൾ ഒന്ന് പറയണം പ്രത്യേകമായിട്ട്. കുടുംബാംഗങ്ങളാണ് മൊത്തത്തിൽ. അനിയനുണ്ട്, എല്ലാവരും ഉണ്ട്, കസിൻ ബ്രദേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ പവിത്രം പുണ്യപുരാണ വേഷം, അതാണ് തത്തപ്പള്ളിയിലാണത്. ഇങ്ങനെ പുണ്യപുരാണ വേഷങ്ങളൊക്കെ അവതരിപ്പിക്കും? ഇപ്പോ 6-7 വർഷമായി. ഇത് ഞങ്ങളുടെ വലിയ ഹനുമാൻ. ആ, എന്റെ ഹനുമാനാണത്. കസിനാണ്. ഈ പുരാണ ദൈവങ്ങളാണ് എല്ലാവരും. പുരാണം വളരെ കൗതുകമുള്ള കാഴ്ചയാണ്. മോനെ എത്ര നാളായി ഇങ്ങനെ ഇതാവുന്ന ഡ്രസ്? ഞാൻ 3 വയസ്സ് തുടങ്ങി ഇങ്ങനെ ആവോർന്ന്. ഇപ്പൊ 13 വയസ്സായി. എന്റെ പേര് വർച്ചസ് എന്നാണ്. ശ്രീകണ്ഠൻ നായരങ്ങൾക്ക് ഒരു ഹായ്. ഒത്തിരി ആളുകളൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ടോ? ആ, അത്യാവശ്യം പേര് വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. മുരുകനാണ് ഇതിൽ ഹൈലൈറ്റ്. മുരുകന്റെ സ്റ്റെപ്പുകളൊക്കെ പലപ്പോഴും എല്ലാവരും അമ്പരിപ്പിക്കാറുണ്ട്. മോളെ സ്റ്റെപ്പൊക്കെയാണല്ലോ ആളുകളെ കൂടുതൽ ആകർഷിക്കുന്നത്. കളരി എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ട്? സ്റ്റെപ്പുകളൊക്കെ ഇവിടെ ഉപയോഗിക്കും. ആളുകളൊക്കെ എന്താ പറയാ? എന്റെ പേരെന്താ? ഈ ആളുകളൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ടോ? ഇങ്ങനെ തന്നെയാണ് ഈ പലവിധ ആഘോഷങ്ങൾ ഓണക്കാലത്ത് നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഒരു കൗതുക കാഴ്ച. ഒരു കുടുംബം അങ്ങനെ പുണ്യപുരാണ വേഷങ്ങളൊക്കെ ധരിച്ചിറങ്ങുന്ന സമയത്ത് ഒട്ടേറെ പേർ ഇവരെ തിരിച്ചറിഞ്ഞു വന്ന് വലിയ ആഘോഷത്തോടു കൂടി ഇവരെ വരവേൽക്കുന്നതാണ് കാണാനുള്ളത്. എന്തായാലും ഓണാഘോഷം അങ്ങനെ കളറായി തൃശ്ശൂരിൽ പൊടിപൊടിക്കുകയും ചെയ്യുകയാണ്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് ജി, 24. ഭയങ്കര രസമുണ്ടായിരുന്നു ആ കാഴ്ച കാണാൻ. പ്രത്യേകിച്ച് ഏതാണ് ജാതിമത ഭേദമന്യേ എല്ലാവരും ഈ ഉത്സവത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നു, ഒപ്പം തന്നെ ഓണത്തിന്റെ ഭാഗമാകുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന കാഴ്ചയാണ്. എല്ലാ ആഘോഷങ്ങളും അങ്ങനെയാണെന്ന് തോന്നുന്നു. എല്ലാ ഈ പറഞ്ഞ പള്ളിയുടെ പെരുന്നാളാണെങ്കിലും എല്ലാ മതങ്ങളിൽപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടാവും. അതുപോലെ കുമ്മാട്ടിയിലും അങ്ങനെ തന്നെയാണ്. അത് പ്രത്യേകിച്ച് ജാതി ഭേദങ്ങളില്ല. അപ്പോൾ എല്ലാവരും ചേർന്നാണ് ആഘോഷമാക്കിയത്. ഗംഭീരമായിരുന്നു. ആ കുടുംബാംഗങ്ങൾ എല്ലാവരും ഓരോ വേഷങ്ങൾ പറയുന്നു. അവരൊക്കെ വർഷങ്ങളായിട്ട് അത് ചെയ്യുന്നതാണെന്ന് പറയുമ്പോൾ അത് ആശ്ചര്യമാണ്, അത്ഭുതമാണ്, സന്തോഷം. അപ്പോൾ മറ്റൊരു റിപ്പോർട്ടിലേക്ക് നമുക്ക് പോവാം. പാരമ്പര്യ രീതികളിൽ ചിത്രരചന അഭ്യസിച്ചിട്ടില്ലാത്ത ഒരാൾ എങ്കിലും കൊച്ചിയിലെ പല ക്ഷേത്രങ്ങളിലും ചുവർ ചിത്രങ്ങൾ വരച്ച ശ്രദ്ധേയനായ കലാകാരനാണ് സജീഷ് പൂണിത്ര. ഏകാഗ്രതയും കഠിനാധ്വാനവും ഏറെ വേണ്ടുന്ന ചുവർ ചിത്രരചന രംഗത്ത് സജീഷിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ വൈറലാണ്. സൂക്ഷ്മതയും ഏകാഗ്രതയും ഏറെ വേണ്ടുന്ന മേഖലയാണ് ചുവർചിത്ര രചന. ആ മേഖലയിലാണ് പാരമ്പര്യ രീതിയിലുള്ള ഒരു പഠനവും നടത്താതെ സജീഷ് എന്ന യുവ കലാകാരൻ ശ്രദ്ധേയനാകുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോൾ ചുവർചിത്രങ്ങൾ കണ്ട ശേഷമാണ് സജീഷിന് ചുവർചിത്ര രചനയിൽ താല്പര്യം ആരംഭിച്ചത്. നിരവധി ക്ഷേത്രങ്ങളിലും വീടുകളിലും ഇതിനകം തന്നെ സജീഷിന്റെ സർഗവൈഭവം ഭിത്തിയിലേക്ക് ചാലിച്ചു കഴിഞ്ഞു. ബിസിയുള്ള ഒരു കലാകാരനാണ് പുള്ളി. പക്ഷെ പുള്ളിനെ ആർക്കും അങ്ങനെ അറിയപ്പെട്ടിട്ടില്ല, ഫേമസ് ആക്കിയിട്ടില്ല. വർക്കൊക്കെ ഗംഭീരമാണ്. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു കലാകാരനെ 24-ലെ കൂടെ പുറലോകം അറിയട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സജീഷിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായതോടെ നിരവധി പേരാണ് ഈ ചെറുപ്പക്കാരനെ തേടിയെത്തിയത്. സൗഹൃദ കൂട്ടായ്മകളിലൂടെയാണ് സജീഷിന്റെ ചിത്രങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തിയത്. നിലവിൽ കാക്കനാടാണ് സജീഷ് ജോലി ചെയ്യുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോൾ ഞാനിങ്ങനെ മ്യൂറൽ ചിത്രം കണ്ട്, അപ്പം അങ്ങനെ ഒരു ഇഷ്ടത്തോടെ ഞാൻ വരക്കാൻ തുടങ്ങിയതാണ്. കൂടുതലും മ്യൂറലാണ് വരക്കുന്നത്. എല്ലാ ബേസിക്കലി ഞാൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ വാട്ടർ കളറും അല്ലാത്തതും ചിത്രങ്ങൾ തന്നത് പോർട്രേറ്റ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. വരകളിലെ സൗകുമാര്യം കൂടുതൽ ആസ്വാദകരിലേക്ക് എത്തിയതോടെ സജീഷ് എന്ന കലാകാരനെ തേടി കൂടുതൽ അവസരങ്ങളും എത്തുന്നുണ്ട്. ശാസ്ത്രീയമായി ചിത്രരചന പഠിക്കാത്ത സജീഷ് വരയ്ക്കുന്ന ചിത്രങ്ങളുടെ മികവ് കണ്ടറിഞ്ഞ നിരവധി പേരാണ് സജീഷിന്റെ അടുത്തേക്ക് എത്തുന്നത്. ചുവർ ചിത്രരചന രംഗത്തും കൊച്ചിയിൽ ശ്രദ്ധേയനായ കലാകാരനായി മാറുകയാണ് പൂണിത്തറ സ്വദേശി സജീഷ്. VS രാഹുലിനൊപ്പം S ശ്യാംകുമാർ, 24 കൊച്ചി. രജനി, ചുവർ ചിത്രം ശ്രദ്ധിച്ചാൽ അറിയാം എത്രത്തോളം ഇൻട്രിക്കേറ്റ് ആണ്. വളരെ ബുദ്ധിമുട്ടാണ് അതിങ്ങനെ വരയ്ക്കാൻ. ഒരുപാട് സമയം, ക്ഷമ വേണം.
അപ്പൊ നമ്മൾ മൊത്തം കലയുമായി ബന്ധപ്പെട്ട പാട്ടായി, കുമ്മാട്ടികളിയായി, ചിത്രരചനയായി, നമുക്ക് ഡാൻസ് ആയാലോ? അതിനെന്താ ഡാൻസ് ചെയ്യില്ലേ? ഇപ്പൊ ഡാൻസ് ചെയ്യില്ല. എന്നാ വരുന്നു അമ്മമാരും കുട്ടികളും ചേർന്ന് നൃത്ത സംഘമുണ്ട് അങ്ങ് കൊല്ലത്ത്. ഈ ഉത്സവത്തിനോടനുബന്ധിച്ച് ഒക്കെ തുടങ്ങിയ ഒരു നൃത്ത പഠനം പിന്നെ വൈറലായി മാറി. അങ്ങനെ ഒരു വൈറൽ ടീമായി മാറിയിട്ടുണ്ട് ആ ടീം. ഓണക്കാലമായതോടെ പ്രോഗ്രാമുകളുടെ തിരക്കിലാണ് ഈ അമ്മമാരുടെയും കുട്ടികളുടെയും സംഘം. ഏകദേശം ഒരു 2 വർഷത്തിന് മുമ്പാണ് ഇങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ള പേരൂർ അമ്പലത്തിൽ ഇങ്ങനെ ഉത്സവത്തിന്റെ സമയത്ത് എല്ലാവരും തിരുവാതിര കളിക്കുകയും മറ്റു കൈകൊട്ടി കളിയൊക്കെ കളിക്കുന്ന കണ്ടപ്പോൾ നമുക്കും നമ്മുടെ ഏരിയയിൽ എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തി ഒരു ഗ്രൂപ്പ് ഇതേപോലെ തുടങ്ങിയാലോ എന്ന് എല്ലാവരും കൂടെ ഒന്ന് ആലോചിച്ച് നമ്മുടെ അമ്മമാരും മക്കളും തന്നെ നോക്കിയപ്പോൾ കുറേ ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ആദ്യം ചെറിയൊരു ട്രൂപ്പ് തുടങ്ങി. നമുക്കിവിടെ അടുത്തുള്ളത് നമ്മുടെ യോഗീശ്വര ശ്രീ പാർവതി ദേവി ക്ഷേത്രമുണ്ട്. അപ്പം നമ്മൾ ആ അമ്പലത്തിന്റെ ഒരു ബേസിൽ നമുക്കൊരു തിരുവാതിര സംഘം നമ്മൾ ഉണ്ടാക്കി. അതിൽ ധനുമാസത്തിൽ തിരുവാതിര വന്നപ്പം നമ്മളൊരു ചെറിയൊരു തിരുവാതിര അവിടെ അവതരിപ്പിച്ച് അപ്പം നമ്മൾ ഒരു തിരുവാതിരയെന്നും പറഞ്ഞ് നമ്മൾ ഇറങ്ങി അതിന്റെ പരിശീലനം എല്ലാം തുടങ്ങി. എല്ലാം മുന്നോട്ട് പോയപ്പം ഒരു പരിപാടി എന്നുള്ളത് നമുക്കൊരു 8 പരിപാടിയോളം നമുക്ക് അവിടെ അവതരിപ്പിക്കാൻ സാധിച്ചു. അങ്ങനെ ഏകദേശം ഒരു 20 പേരോളം ഉണ്ട് ഇപ്പൊ നമ്മുടെ ട്രൂപ്പിനകത്ത്. ആ ഒരു ഉത്സവത്തിന് സമയത്ത് ഞങ്ങൾ ഏകദേശം ഒരു 10-20 പ്രോഗ്രാമോളം ഞങ്ങൾക്ക് അവിടെ അവതരിപ്പിക്കാൻ സാധിച്ചു. അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു നേട്ടമായിരുന്നു. SK സാറിന്റെ വലിയൊരു ഫാനാണ് ഞങ്ങൾ എല്ലാവരും. കാരണം രാവിലെ കുട്ടികളെ സ്കൂളിൽ ഒരുക്കി വിടാനുള്ള ആ ഒരു സമയത്ത് നമ്മുടെ നാട്ടിലെ ന്യൂസ് മൊത്തം നമുക്കറിയുന്നത് സാറിലൂടെയാണ്. അപ്പം ഞങ്ങൾ വൈകുന്നേരത്തെ വാർത്തയൊന്നും കാണാൻ സമയം കിട്ടാറില്ലായിരിക്കും. അപ്പൊ ഈ രാവിലത്തെ സാറിന്റെ വാർത്തകളിലൂടെയാണ് നമ്മൾ കാര്യങ്ങളെല്ലാം അറിയുന്നത്. ഏതിന് നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ നാട്ടുകാരും വലിയൊരു സപ്പോർട്ടാണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പൂർണ്ണമായ ഒരു വിജയത്തിലോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നു. അതിൽ വലിയ സന്തോഷമുണ്ട്. വെൽക്കം ബാക്ക് പ്രേക്ഷകരെ. ഓണക്കാലമാണ്. വാഹന വിപണിയിലും നല്ല ഉണർവാണ് അനുഭവപ്പെടുന്നത്. യുവാക്കളെ ലക്ഷ്യമിട്ട് സ്പോർട്ടി ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തി പുതിയ ഡിയോ 125 പുറത്തിറക്കിയിരിക്കുകയാണ് ഹോണ്ട. വാഹനത്തിന് മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ഡിയോ wanna have fun? കുറച്ച് ഫൺ ആയാലോ? നല്ല പവറുള്ള ഫൺ ആയാൽ പിന്നെ ലൈഫ് ടൺ. നിങ്ങളുടെ ഓരോ യാത്രയ്ക്കും കൂടുതൽ പവറും കൂടുതൽ ഫണ്ടും പ്രദാനം ചെയ്യുന്ന സ്പോർട്ടി സ്റ്റൈലിഷ് മോട്ടോർ സ്കൂട്ടറാണ് ഡിയോ 125. കൂടുതൽ ഫൺ, കൂടുതൽ കരുത്ത് നിങ്ങൾക്കായി കാത്തുവച്ചിരിക്കുന്നത് എന്താണെന്നല്ലേ? മഫ്ലർ സൗണ്ട് ഉണ്ട്, സ്പോർട്ടിയർ ലുക്ക് ഉണ്ട്, എച്ച് സ്മാർട്ട് ടെക്നോളജി ഉണ്ട്. വാട്ട് നോട്ട്? റിയൽ ടൈം ഇൻഫോ, റിയൽ ടൈം മൈലേജ്, ഇതൊക്കെ നിങ്ങളെ മനസ്സിലാക്കി ഈ വാഹനത്തെ വരുതിയിലാക്കാൻ സഹായിക്കുന്ന ഡിജിറ്റൽ മീറ്റർ. ഇവനൊരു സ്കൂട്ടർ മാത്രമല്ല, കൗതുകങ്ങളുടെയും പുതുമയുടെയും പവർ ഹൗസ് ആണ്. അപ്പോൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് ടു റിവീൽ ദ ഫൺ ആൻഡ് ഓൺലി ഡിയോ wanna have fun? ഡിയോ 125. Is your heart set on to have fun? Do you wanna chase? Do you wanna race? Do you wanna get out and go to the race? Do you wanna flow? Do you wanna have fun? Power up! Do you wanna see? Do you wanna be the one who breaks the boundaries? Do you wanna play? Do you wanna break? Do you wanna power up? Hey! Do you wanna... Presenting Dio 125 with Edge Smart Technology. More power, more fun. Do you wanna have fun? നമ്മുടെ പ്രേക്ഷകരുടെ കമന്റ്സിലേക്ക് വന്നാൽ നന്ദു ചോദിക്കുന്നു, നിങ്ങളൊക്കെ സ്ഥിരമായി ചാനലിൽ കാണുന്നുണ്ടല്ലോ, അവധിയൊന്നും ഇല്ലേ, നാട്ടിലൊന്നും പോവാറില്ലേ, ചാനലിൽ വന്നതിന് ശേഷം എപ്പോഴെങ്കിലും വീട്ടുകാരോടൊപ്പം ഓണം ഉണ്ണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ചാനലിനോടൊപ്പം തന്നെയാണ്, പ്രേക്ഷകരോടൊപ്പമാണ് 6 വർഷത്തെയും ഓണം. നാട്ടിലും വീട്ടിലൊന്നും പോയിട്ടില്ല. ഈ ഓണത്തിന് പോകണം. സജിമാങ്കോട് പറഞ്ഞ കേട്ടോ, പ്രജിന് വീടില്ല ചേച്ചി, ഉള്ളത് തറവാടാണെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പ്രജിന് വീട്ടിലെങ്കും പോകണ്ടേ എന്നാണ് ചോദിച്ചത്. ഒപ്പം തന്നെ എന്താ പ്രജിൻ എന്നെ കമന്റ് വായിക്കാൻ വിടുന്നില്ല. സജിമാങ്കോട് തന്നെ പറഞ്ഞത് കമന്റ്സ് വായിക്കാൻ അക്ഷയ വഴി അപേക്ഷ കൊടുക്കണം എന്ന് തോന്നുന്നു എന്ന്. അതെന്താ പ്രജിൻ എന്നെ കമന്റ് വായിക്കാൻ വിടുന്നില്ല എന്നാണ് ചില പ്രേക്ഷകർ. നന്ദു തന്നെയാണ് പറയുന്നത്. എന്താ ഒന്നുമില്ല, നമുക്ക് സമയത്തിന്റെ ഒരു പരിമിതി ഉണ്ട്. അപ്പൊ പെട്ടെന്ന്
നമ്മളെന്താണ് ഇപ്പോൾ ഒരു 11:30 ആണെങ്കിൽ അതിന് മുമ്പ് എടുത്ത് തീർക്കേണ്ട അല്ലെങ്കിൽ കാണിക്കേണ്ട പരസ്യങ്ങളുണ്ടാവും. അതൊക്കെ അതിനൊക്കെ ഉണ്ട്, അതിന് ക്രമമുണ്ട്. അതുകൊണ്ടാണ് മറ്റ് കമന്റുകളിൽ പെട്ടെന്ന് പോകാതെ നമ്മൾ ബ്രേക്കൊക്കെ പറയേണ്ടത്. സുരേഷും പറയുന്നുണ്ട് കമന്റ് വായിക്കാൻ കുറച്ച് ആത്മാർത്ഥത കാണിക്കണം എന്ന്. അപ്പം സഞ്ജയ് പറയുന്നു എൻ്റെ കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്, ബോസ് DK എല്ലാവരും വിഷ് ചെയ്യണേ എന്ന് പറയുന്നു. അപ്പോൾ ഈ കമന്റ് വായിച്ച് നമ്മൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡ്യൂസർ ഓടിച്ചു വിടും. അപ്പോൾ തൽക്കാലം നമ്മൾ ഇന്ന് നിർത്തുകയാണ്. നാളെ ഒരുപാട് പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി കാണാം 10:30. ഇന്ന് എല്ലാ പ്രേക്ഷകർക്കും നല്ല രാത്രി ആശംസിക്കുന്നു. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ബൈ.